പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്ന കാര്യം പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല, എങ്കിലും നമ്മൾ വിശ്വസിച്ചേ മതിയാകും. കുറച്ച് നക്ഷത്ര ജാതകർ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു പോകുന്ന സന്ദർഭമാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കൂടി ഒന്ന് ഓർക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഇവർക്ക് വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനും അതിൽ നിന്ന് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ്. തൊഴിൽ മേഖലകളിലെ കലഹങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അഗ്നിബാധയോ യന്ത്രത്തകരാർ മൂലമോ തൊഴിൽ സാധ്യത നിന്നു പോയവർക്ക് അത് തിരികെ തുടങ്ങാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം കാണും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. അപമാനത്തിൽ നിന്ന് കരകയറും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരുന്നവർക്ക് അത് പരിഹരിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. പുതിയ അറിവുകൾ ലഭിക്കാൻ ഇവർ ശ്രമിക്കും. സ്വജനങ്ങൾക്ക് പ്രാധാന്യം നൽകും. നടുവേദന മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കാനായിട്ട് സാധിക്കും. ഇവർ ദോഷശാന്തിക്ക് വേണ്ടി ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. വരും ദിവസങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളുടെ ദിവസങ്ങളാണ്. ചിലവുകൾ കുറയും. മനസ്വസ്ഥതയും വർദ്ധിക്കും. തൊഴിൽ രംഗത്തിൽ പുതിയ നയങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ നിന്ന് മാറി തുടങ്ങും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ബന്ധുജന സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തർക്കം മൂലം ഭൂമി കൈവിട്ടു പോയവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനും അത് അനുഭവിക്കുന്നതിനും ഉള്ള യോഗം വരുന്ന ദിവസങ്ങളാണ്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾ വിജയത്തിലേക്ക് എത്തും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യം എടുക്കും. പാപകർമ്മങ്ങളിൽ താൽപ്പര്യം കുറയുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ വിജയിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനും സാധ്യതകൾ കാണുന്നു. ബന്ധുജനങ്ങൾ ഐക്യത്തോടുകൂടി തന്നെ എല്ലാ കാര്യത്തിലും സഹകരിക്കും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും.
അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകൾക്കും ഇടയുണ്ട്. ചില സുഖ അനുഭവങ്ങൾക്കും ഇട കാണുന്നുണ്ട്. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം. ഉപാസനകൾക്കുള്ള തടസ്സങ്ങളും നീങ്ങിവരും. നാൽക്കാലികൾക്കുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ബന്ധുജനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന വിദേശ തൊഴിൽ ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം വരുമാനം വർദ്ധിക്കാൻ സാധ്യതകളുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം വരുമെങ്കിലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അതും നടന്നു കിട്ടും. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനുമായോ പിതൃതുല്യരുമായോ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അക്ഷമ കൂടുതലാകും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശൂരത പ്രകടിപ്പിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. പലവിധ രോഗാരിഷ്ഠതകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. സഹായികളുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ് വിജയത്തിൽ എത്തും. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ദിവസങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം. കാര്യങ്ങൾ എല്ലാം മെച്ചപ്പെടാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. നേത്രരോഗം, ഉദരവ്യാധി ഇവ കൂടി ശ്രദ്ധിക്കണം. കലഹഭയം വിട്ടൊഴിയും. ശത്രുപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മെച്ചപ്പെടും. ചില കാര്യങ്ങളിൽ ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയങ്ങൾ സഫലമാകാൻ ഒരു യോഗം കാണുന്നുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിച്ചാൽ അത് പ്രതീക്ഷിക്കുന്നതും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തൊഴിൽ മേഖല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഈ നക്ഷത്ര ജാതകർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ഇതുവരെ നേരിട്ട ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് വരും. മക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം. വ്യായാധിക്യം ഉണ്ടാകും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. മരാമത്ത് പണികൾക്ക് ചിലവ് കുറയും. മംഗളകാര്യങ്ങൾക്ക് എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. ഇവർ ദോഷശാന്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം ലഭിക്കുന്നത് വഴി തൊഴിൽ രംഗം പുനരുദ്ധരിപ്പിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരം ലഭിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും.
മക്കളെ കൊണ്ട് സമാധാനം വർദ്ധിക്കും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ വിജയസാധ്യതകൾ കൂടുതലാണ്. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ധനലാഭവും ഉണ്ടാകും. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.